ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സുബിനീഷിന്റെ ഭൌതിക ശരീരം ചേലിയയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് രാജ്യത്തിന്റെ വീരപുത്രന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. 3 ദിവസമായുള്ള ചേലിയ ഗ്രാമത്തിന്റെ ശോകമുഖമായ കാത്തിരിപ്പിനൊടുവിലാണ് രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരജവാൻ സുബിനേഷിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുവിൽ നിന്നും റോഡ് മാർഗം ഡൽഹിയിലും തുടർന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലേക്കും കൊണ്ടുവന്ന ഭൌതികദേഹം റോഡ് മാർഗമാണ് കോഴിക്കോട് എത്തിച്ചത്. വെസ്റ്റ് ഹിൽ സൈനിക ആസ്ഥാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ വിലാപയാത്രയെയാണ് ചേലിയയിലെ പൊതുദർശന സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. റോഡിൽ ഉടനീളവും പൊതുദർശന സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തുനിന്നത്. നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു വിലാപയാത്ര. ജനപ്രതിനിധികളും സ്ത്രീകളും കുട്ടികളും നാട്ടുകാരും വിദ്യാർത്ഥികളും അടക്കം വൻ ജനാവലിയാണ് പൊതുദർശന സ്ഥലത്ത് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. മുംബൈ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ കമാൻഡോ മനീഷ് സുബിനീഷിന് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വീട്ടിൽ കൊണ്ടുവന്ന ഭൌതിക ശരീരം 10:30 ചിതയിലേക്ക് എടുത്തു. മതപരമായ ചടങ്ങുകൾക്ക് ശേഷം ടെറിട്ടോറിയൽ ആർമി കണ്ണൂർ ബറ്റാലിയൻ ഗാർഡ് ഓഫ് ഓണർ നൽകി. തുടർന്ന് സഹോദരി പുത്രനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ജനം, കോഴിക്കോട്.